പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോണത്. തിളക്കുന്ന വെള്ളത്തിൽ നേരത്തെ ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇടുക. എന്നിട്ട് അതുവരെ നല്ല ചൂടിൽ തിളക്കുന്ന ഇത് ഫ്ലെയിം കുറച്ച്, എന്നിട്ട് ഉപ്പ് ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് മാത്രം, അല്ലെങ്കിൽ നല്ലതുപോലെ കുഴഞ്ഞു പോകും. എന്നിട്ട് അത് വാർത്തെടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം ചൂട് തണിഞ്ഞ വെള്ളമില്ലേ അത് ഒഴിച്ചിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം നല്ല എന്താ പറയുക, സെപ്പറേറ്റ് നിൽക്കുന്ന രീതി കിട്ടും, പൊടിഞ്ഞു പോകാത്ത രീതി കിട്ടും. കുനുകുന അരിയോ ക്യാരറ്റ് നല്ല പണിയോ. അപ്പോൾ 30 മിനിറ്റ്സ് ഓക്കെ ചെയ്ത അരി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇതിലൊരു സ്പൂണ് റിഫൈൻഡ് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുക. ഇതൊരു 70% കുക്കായാൽ മതി. അപ്പോൾ എടുത്തിട്ട് വാർത്ത് വെക്കണം. അപ്പോൾ എടുത്തിട്ട് പാത്രം മാറ്റിയിടുക. ഈ തിളച്ച വെള്ളത്തിൽ വെച്ചാൽ ഇത് കുഴഞ്ഞു പോകും, അതുകൊണ്ട് മൊത്തമായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു പീസായി മുറിച്ചിടാം. അപ്പം ചോറിലിടേണ്ട മുട്ട, ചിക്കൻ, ക്യാരറ്റ്, സ്പ്രിംഗ് ഒനിയൻ, ക്യാപ്സിക്കം, ബീൻസ് എല്ലാം സെറ്റ്. ഇനി മിക്സ് ചെയ്യാൻ വേണ്ടു. എണ്ണ ഏകദേശം ചൂടായാൽ നമ്മളതിൽ കുനുകുന ചോപ്പ് ചെയ്ത ഗാർലിക് ഇടുക. അപ്പം എണ്ണ ചൂടായാൽ അതിൽ ഫസ്റ്റ് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇടുക. എന്തായിരുന്നു ഇട്ടത്? സ്പ്രിംഗ് ഒനിയൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് ബീൻസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇടുക. ഇതിനി ഒരു മിനിറ്റ് ഈ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇതിനകത്തേക്ക് ഇനി മുട്ട ഇടാം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ മമ്മിക്ക് കോരി വെച്ചോ. ഇനി ചിക്കൻ അതിടുക. ഇത് ഒരുപാടായാൽ കയ്പ്പ് ടേസ്റ്റ് എന്തോ വരും. അടുത്തത് ചില്ലി ഗാർലിക് പേസ്റ്റ്, സോയ സോസ് ഒരു 3 സ്പൂണ്, അര സ്പൂൺ പഞ്ചസാര. അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. അടുത്തത് റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തത് കുറച്ച് പെപ്പർ പൗഡർ. വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ഇട്ടാലും മതി. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് ഒനിയൻ്റെ ബാക്കിയുള്ളത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ പൊടിഞ്ഞു പോകാതെ നോക്കുക. പറ്റുമെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ പാത്രം കുലുക്കി ചെയ്യുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ രീതിയിൽ ചെയ്താലും മതി എക്സ്പേർട്സിന്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല.